fully surrendered for the plan and purpose of God. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. 1960 ഡിസംബർ 23 രക്ഷാനിർണയം പ്രാപിച്ച ബി.എ. തമ്പി എന്ന 21 വയസ്സുകാരനായ യുവാവിനെ കർത്താവ് സുവിശേഷ ദൗത്യത്തിനായി വിളിച്ചപ്പോൾ പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് താൻ പൂർണ്ണസമയ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചു. അതൊരു വ്യക്തിയുടെ മാറ്റം മാത്രമായിരുന്നില്ല, ഭാരതത്തിന്റെ ആത്മീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ഈ എളിയ ആരംഭം ഒരു വലിയ മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. 1962 റാന്നിയിൽ നടന്ന ഒരു കൂട്ടായ്മയിൽ സാക്ഷ്യം പറയുവാനായി ലഭിച്ച ക്ഷണം ഒരു പുതിയ കാൽവെപ്പായി മാറുകയായിരുന്നു. ഇടയില്ലാതിരുന്ന ആ കൂട്ടായ്മയുടെ പാസ്റ്ററായി പ്രവർത്തിക്കാനുള്ള നിയോഗം അദ്ദേഹം ഏറ്റെടുത്തു. ആ കൂട്ടായ്മ പിന്നീട് ഒരു സഭാ പ്രവർത്തനമായി രൂപാന്തരപ്പെട്ടു. സുവിശേഷത്തിന്റെ പാതയിൽ തനിച്ച് യാത്ര തുടങ്ങിയ പാസ്റ്റർ തമ്പിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ കരുത്തായിരുന്നു സിസ്റ്റർ മറിയാമ്മ തമ്പി. 1970 ഒക്ടോബറിൽ അവർ വിവാഹിതരായി. കഷ്ടതയും പട്ടിണിയും മാത്രമായിരിക്കും എന്നെ വിവാഹം കഴിച്ചാൽ നിനക്ക് ലഭിക്കുക എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അത് സന്തോഷത്തോടെ സ്വീകരിച്ചവളാണ് മറിയാമ്മ. വാടക വീട് പോലുമില്ലാതെ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ അന്തിയുറങ്ങേണ്ടി വന്ന രാത്രികൾ, കഞ്ഞിവെള്ളം കുടിച്ച് വിശപ്പടക്കിയ ദിവസങ്ങൾ, ഇതൊന്നും അവരുടെ ദർശനത്തെ തളർത്തിയില്ല. മറിയാമ്മ തമ്പി ആദ്യ കൺവെൻഷനിൽ സഹോദരിമാരെ പരിശീലിപ്പിച്ച് കൊയർ രൂപീകരിച്ചു. പ്രാർത്ഥനാ പോരാളികളെ ഉത്സാഹിപ്പിച്ചു. സഭയുടെ ആത്മീയ അടിത്തറ പാകിയ മാതൃവനിതയുമായിരുന്നു. ഈ ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമർപ്പണമാണ് തങ്ങൾക്ക് ലഭിച്ച എല്ലാ മക്കളെയും അവർ പൂർണ്ണമായും ദൈവവേലയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തത്. സ്വന്തം വീടിനേക്കാൾ സഭയെയും ദൈവരാജ്യത്തെയും സ്നേഹിച്ച ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയാണ് ഇന്ന് നാം കാണുന്ന ഈ വലിയ പ്രസ്ഥാനം. സഭയുടെ പ്രവർത്തനങ്ങൾ ഒരു മിഷനറി പ്രസ്ഥാനമായി മാറിയപ്പോൾ പാസ്റ്റർ ബി.എ. തമ്പിക്ക് വലങ്കൈയായി നിലകൊണ്ടത് ജനറൽ സെക്രട്ടറി പാസ്റ്റർ ആർ. എബ്രഹാമാണ്. സഭയുടെ ശൈശവ ദിശയിൽ പാസ്റ്റർ തമ്പിക്ക് കൂട്ടായി നിന്നത് ഒരു കൂട്ടം വിശ്വസ്തരായ ദേവദാസന്മാരും ഭീഷണികളുടെ മുന്നിൽ വിശ്വാസത്തിനായി ധൈര്യത്തോടെ നിന്ന വിശ്വാസ സമൂഹവുമാണ്. 1976 12 സഭകളുമായി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പ്രഥമ പ്രസിഡന്റ് പാസ്റ്റർ ബി.എ. തമ്പിയും വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോസഫ് ചാക്കോയും ജനറൽ സെക്രട്ടറി പാസ്റ്റർ ആർ. എബ്രഹാമുമായിരുന്നു. 1976 കേരള പെന്തക്കോസ്ത് സമൂഹത്തിലെ ആദ്യത്തെ മ്യൂസിക് ടീമായ ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ സിംഗേഴ്സ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ചുമതലയിൽ ആരംഭിച്ചു. 70കളുടെ അവസാനവും 80കളുടെ ആരംഭവും കേരളത്തിൽ അത്ഭുതങ്ങളോടുകൂടിയ കൃപയുടെ പ്രവർത്തനങ്ങൾ വ്യാപകമായി പ്രകടമാകുന്ന കാലഘട്ടമായി. 1983 ഭാരതത്തിലെ ആദ്യത്തെ സുവിശേഷ ബോർഡ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് മീറ്റിലിറക്കിയത് കുട്ടനാട് സുവിശേഷീകരണത്തിന് ഊർജം പകർന്നു. 1980 പാസ്റ്റർ ആർ. എബ്രഹാം ഉത്തരേന്ത്യയിലെ ആത്മരക്ഷയുടെ നാദഘോഷം കേൾക്കാനായി ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ സഭയെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേരോട്ടമുണ്ടാക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിന്റെ ഈ ദൗത്യത്തിൽ നിഴലുപോലെ കൂടെയുള്ളത് പത്നി ജോയ്സ് എബ്രഹാമാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും അവൾ സുവിശേഷത്തിനായി നിലകൊണ്ടു. ഉത്തരേന്ത്യൻ മിഷനിലൂടെ ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ എബ്രഹാം ജോയ്സ് ദമ്പതികൾക്ക് സാധിച്ചു. 1978 1983 ആന്ധ്ര, ഒറീസ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും
സഭകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിർണായകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിൽ വിവിധ കാലങ്ങളിലായി പ്രകൃതി ദുരന്തത്തിലും പകർച്ചവ്യാധിയിലും കഷ്ടത അനുഭവിക്കേണ്ടി വന്ന ആയിരങ്ങൾക്ക് സഹായഹസ്തം നൽകി ചേർത്ത് പിടിക്കുവാൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ തുടങ്ങിയ പട്ടണങ്ങളിൽ തെരുവ് കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ചേരുവാനുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടത്തുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന് ഇന്ന് ഭാരതത്തിലെ 24 സ്റ്റേറ്റുകളിലും ഭാരതത്തിന് പുറത്തുമായി 4500ഓളം പ്രാദേശിക സഭകളും 14 ബൈബിൾ സ്കൂളുകളും നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള 75 ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, 17 ഓർഫനേജുകൾ, 8 സ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ പ്രവർത്തന മേഖലയെ ദൈവം വിശാലമാക്കിയിരിക്കുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് ഒരു എളിയ മനുഷ്യൻ കണ്ട സ്വപ്നം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രത്യാശയായി മാറിയിരിക്കുന്നു. പാസ്റ്റർ വി.എ. തമ്പിയുടെയും മറിയാമ്മ തമ്പിയുടെയും സമർപ്പണവും പാസ്റ്റർ ആർ. എബ്രഹാമിന്റെ നേതൃത്വവും നൂറുകണക്കിന് പാസ്റ്റർമാരുടെ അധ്വാനവും ഈ പ്രസ്ഥാനത്തെ ഇവിടെ എത്തിച്ചു. ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ എന്ന ലക്ഷ്യം ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. ഈ സുവർണ ജൂബിലി വേളയിൽ നമുക്ക് ആ സമർപ്പണം പുതുക്കാം. ദൈവം നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ആർ. എബ്രഹാമിന്റെയും അനുഗ്രഹീതരായ ദേവദാസന്മാരുടെയും നേതൃത്വത്തിന് കീഴിൽ വരും തലമുറകൾക്കായി ഈ സുവിശേഷ ദീപം ഉയർത്തിപ്പിടിക്കാം.